ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതിക്ക് ആക്സിഡൻറ്റ് നടന്നിരിക്കുവാണല്ലോ. സച്ചിയാണെങ്കിൽ ഈ ആക്സിഡൻറ്റ് മനഃപൂർവ്വമല്ല, ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് സച്ചി ഉറപ്പിച്ചിരിക്കുവാണ്. അപ്പോൾ ആളെ കണ്ടെത്താനുള്ള ഒരു ഇതിലാണ് സച്ചി ഇരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടി പറയുന്നുണ്ടായിരുന്നു, ഗജാനന്ദൻ വീട്ടിൽ വന്നിട്ട് അന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു, ഞങ്ങളൊക്കെ ചീത്ത പറഞ്ഞ് ഓടിച്ചപ്പോൾ അവൻ ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു, അവനാണോ ഇതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ടെന്ന് അമ്മയും അനിയത്തിയും കൂടി ഡൗട്ട് പറയുമ്പോഴേക്കും സച്ചിക്ക് ഒരു സംശയം പോലെ വരുവേ. കാരണം സച്ചിയും പണ്ട് ഈ ഗജാനന്ദനായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ സച്ചിയാണെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് നടന്ന അടുത്തുള്ള ആളുകളോടൊക്കെ അന്വേഷിച്ചു, കടയിലെ ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവരും പറഞ്ഞത് രേവതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, വന്ന കാറാണ് അവർ ഇടിച്ചു തെറിപ്പിച്ച് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കാറിൻ്റെ കളറും ഡീറ്റെയിൽസൊക്കെ കണ്ടു നിന്ന് അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് സച്ചി എങ്ങനെയെങ്കിലും ആ കാറ് കണ്ടുപിടിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് പിന്നെ സച്ചിയുടെ ഓരോ നീക്കവും. എന്നിട്ട് അടുത്തുള്ള ഒരു കട, അതായത് അവരുടെ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു കടയിൽ പോയിട്ട് അവിടുത്തെ CCTV ക്യാമറ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഈ കാർ അതിലെ കൂടി ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ സച്ചി ആ കാറിൻ്റെ നമ്പറെല്ലാം നോട്ട് ചെയ്തിട്ട് നേരെ സച്ചിയുടെ ഒരു സുഹൃത്തുണ്ട്, ഇങ്ങനെ ഈ നമ്പർ ആരുടെയാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരാൾ, അയാളെ ഏൽപ്പിക്കുവാണ്. എടാ എനിക്കൊരു സഹായം വേണം, രേവതിക്ക് ഒരു ആക്സിഡൻറ്റ് നടന്നത് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് ഈ കാറിൽ പോയ ആളാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് ആരാണ് ഈ കാർ ഓടിക്കുന്നതെന്നും ഈ കാറിൻ്റെ ഓണർ ആരാണെന്നുള്ളൊരു ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വേണംടാന്നൊക്കെ പറയുവാണ്. സച്ചിക്ക് ആ കാറിലുള്ള ആൾ ഈ ഗജാനന്ദൻ്റെ ടീമാണോ ആൻറ്റണിയുടെ ടീമാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഇവരിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ അവരെ ഒന്നും വെച്ചേക്കില്ലെന്നാണ് സച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും ഈ കൂട്ടുകാരൻ ചെക്ക് ചെയ്തിട്ട് അതായത് കാറിൻ്റെ ആളുടെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം കൊടുക്കുവാണ്. സച്ചി എന്നിട്ട് ആ ഡീറ്റെയിൽസ് വെച്ച് നേരെ ആ അഡ്രസ്സുള്ള അടുത്തോട്ട് പോകുവാണ്. അവിടെ പോകുമ്പോഴേക്കും അവിടുത്തെ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ആരും വരുന്നില്ല. കുറേ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും 2-3 പേര്, അതായത് 2-3 വണ്ണമുള്ള ആൾക്കാരൊക്കെ ഡോറും തുറന്ന് വരുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സച്ചി ആ കാർ അവിടെ പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും ഈ കാർ ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആളെ മനസ്സിലാവും, സച്ചി അറിയാം, പക്ഷെ സച്ചിക്ക് അത്ര പെട്ടെന്നൊന്നും ഓർമ്മ വരത്തില്ല ഇവരെ. അപ്പോൾ അവർ പറയും ഈ കാർ ഇവിടുത്തെ കാറാണ്, തനിക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഈ കാറിൻ്റെ ഉടമയെ കാണണമെന്ന് പറയുമ്പോൾ ഇവർ സമ്മതിക്കുന്നില്ലേ, ഉടമയൊന്നും ഇവിടെ ഇല്ല, ഈ കാർ ഓടിക്കുന്നത് ഞങ്ങളാണെന്നൊക്കെ പറയുവാണ്. സച്ചി അപ്പോൾ അവരായിട്ട് നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ വെച്ചൊരു ഫൈറ്റ് സീനൊക്കെ നടക്കുന്നുണ്ട്. എടാ എനിക്ക് ഈ കാർ ഓടിച്ച ആളെ കാണണം എന്നല്ലേ ഞാൻ പറഞ്ഞത്, ഏതായാലും നിങ്ങളല്ലേ ഈ കാർ ഓടിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം വിഷ്വൽസിൽ നിങ്ങളുടെ മുഖം ഞാൻ ഓടിച്ച ആളുടെ മുഖം ക്ലിയർ അല്ലെങ്കിലും അത് നിങ്ങളുടെ രൂപമല്ലെന്ന് എനിക്ക് ഉറപ്പാണ്, ഈ കാറിൻ്റെ ആൾ ആരാടാന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അകത്തു നിന്ന് നമ്മുടെ ഗജാനന്ദൻ ഇറങ്ങി വരുവാണ്. ഗജാനന്ദനെ കാണുന്നതും സച്ചിക്ക് നല്ല ദേഷ്യം വരുവാണ്. സച്ചിക്ക് അപ്പോൾ മനസ്സിലായി ഈ ആക്സിഡൻറ്റിൻ്റെ പുറകിൽ ഗജാനന്ദനാണെന്ന്. സച്ചി നേരെ പോയി ഗജാനന്ദനായിട്ട് നല്ല ഫൈറ്റാണ് പിന്നെ അവിടെ നടക്കുന്നത്. അപ്പോൾ ഗജാനന്ദൻ പറയുന്നുണ്ട്, ഗജാനന്ദൻ തിരിച്ചും നല്ലോണം കുറേ സച്ചിയെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിന്നെ എങ്ങനെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് നല്ലോണം അറിയാടാ, നിന്നെ ഇടിച്ചാലൊന്നും നിനക്ക് വേദനിക്കില്ല, പക്ഷെ നിൻ്റെ ഭാര്യയെ തൊട്ടാൽ നിനക്ക് വേദനിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിൻ്റെ ഭാര്യയിലെ മനഃപൂർവ്വമാടാ ഞങ്ങൾ കാറ് കൊണ്ട് ഇടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നല്ലൊരു ഫൈറ്റാണ് പിന്നെ നടക്കുന്നത്. സച്ചി അറിയാലോ, രേവതിക്കൊരു അപകടം പറ്റിയപ്പോഴേക്കും സച്ചി അത്രയും ദേഷ്യം വന്ന് അതിൻ്റെ പുറകിൽ അത് മനഃപൂർവ്വമല്ല കരുതിക്കൂട്ടിയുള്ള ആക്സിഡൻ്റ് ആണെന്ന് അറിഞ്ഞതും ഗജാനന്ദനാണ് അതിൻ്റെ പുറകിലെന്ന് അറിഞ്ഞതും സച്ചിയുടെ ദേഷ്യം വർദ്ധിക്കുവാണ്. ആ ദേഷ്യം മുഴുവൻ ഗജാനന്ദനോട് തീർക്കുവാണ്. ഗജാനന്ദൻ നല്ല തളർന്ന് കുറേ നേരം എല്ലാവരും സച്ചി എതിർത്ത് നിൽക്കാൻ നോക്കുമെങ്കിലും സച്ചി ആ ദേഷ്യം മൊത്തം തീർക്കുന്നത് കൊണ്ട് ആർക്കും തന്നെ സച്ചിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഗജാനന്ദൻ്റെ കൈയും കാലും ഒക്കെ സച്ചി തള്ളി ഒടിക്കുവാണ്. കാരണം അത്രയ്ക്ക് ദേഷ്യവും എല്ലാം ഉണ്ട് സച്ചിക്ക് രേവതി ഇങ്ങനെ ഒരു കാലൊടിഞ്ഞൊരവസ്ഥയിൽ വീട്ടിൽ കിടക്കുന്നത് കൊണ്ട്. എന്നിട്ട് ഗജാനന്ദൻ അവിടെ തല്ലിച്ചതച്ചിട്ട ശേഷം പറയുന്നുണ്ട്, ഇനി നീ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല, നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ സച്ചി വാണിങ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഏതായാലും ഗജാനന്ദൻ നല്ലോണം പേടിച്ചിട്ടുണ്ട്, നല്ല ഇടിയൊക്കെ കിട്ടിയോണ്ട് ഇനി ഗജാനന്ദൻ ഒരു പ്രശ്നത്തിന് പോകില്ലെന്ന് നമുക്ക് വിചാരിക്കാം. എന്നിട്ട് സച്ചി നേരെ രേവതിയുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് ഈ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ അയാളെ ഇടിച്ച് പഞ്ചറാക്കി എന്നറിയുമ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ വാർത്തയൊക്കെ നേരത്തെ എത്തുന്നുണ്ട്. സച്ചി അവിടെ കിടന്ന് അടിയുണ്ടാക്കി കാര്യങ്ങളൊക്കെ ശ്രുതിയും രേവതിയോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് കാര്യം അറിയില്ലല്ലോ, രേവതി അപ്പം ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ്, സച്ചിയേട്ടൻ വീണ്ടും ഗുണ്ടാപ്പണി തുടങ്ങിയെന്നുള്ള ദേഷ്യത്തിൽ. എന്നിട്ട് സച്ചി വന്ന് ഈ വിവരം പറയുമ്പോഴേക്കും സച്ചിയെ കാണുമ്പോഴേക്കും രേവതി ചൂടാവുന്നുണ്ട്. സച്ചിയേട്ടൻ എന്താ സച്ചിയേട്ടൻ പിന്നെയും ആളുകൾ ഇടിക്കാനൊക്കെ തുടങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണേ. അപ്പോൾ രേവതി ഇടിച്ചത് ഗജാനന്ദനാണെന്നൊക്കെ അറിയുമ്പോഴേക്കും രേവതിക്ക് സന്തോഷമാവുന്നുണ്ട് സച്ചി അയാളെ പോയി തള്ളി ചതച്ചതിൽ. അങ്ങനെ അവർ തമ്മിലുള്ള വഴക്കും എല്ലാ പ്രശ്നങ്ങളും മാറുവാണ്. സച്ചിക്കും ഒരു സമാധാനമായി, രേവതിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ ആളെ കണ്ടുപിടിച്ച് അയാൾക്കിട്ട് പൊട്ടിക്കാൻ സാധിച്ചാലും സച്ചിക്ക് ഭയങ്കര
ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.